നമസ്കാരം. നമ്മുടെ 128ാമത്തെ എപ്പിസോഡിലാണ്. ഈ കഴിഞ്ഞ ദിവസം മയക്കുമരുന്നിൻ്റെ കാര്യം ഞാൻ ഒരുപാട് വേറെ കുമളിയിലും ഇടുക്കിയിലും എറണാകുളത്തൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ പിടിക്കുകയും ചെയ്തു. കുമളിയിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങി. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പയ്യനും ആണിത് ചെയ്തത്. അപ്പം അതിൻ്റെ ആദ്യ ഫലങ്ങൾ റിസൾട്ട് വന്നു തുടങ്ങി. ഞാനപ്പം എന്തുവന്നാലും ഞാൻ നേരിട്ടോളാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയാണ് പോയി സ്റ്റേഷനിൽ പോയി പറയുകയും എഴുതി പരാതി കൊടുക്കുകയും ചെയ്തത്. എൻ്റെ മോനെയും കൂടെ അതിനകത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണത് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത്. അതിൻ്റെ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ താമര എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ 5 വീട്ടിനപ്പുറത്തുള്ള പ്രദീപ് എന്നും പറഞ്ഞൊരാളാണ് ഉള്ള മകനാണിത് ചെയ്തത്. അത് അവിടെ വന്ന് റെഡി ചെയ്യുകയും താഴെ നിന്ന് റിപ്പോർട്ട് കിട്ടുകയും ചെയ്ത് അത് അവരുടെ അമ്മ തന്നെ ജനലിക്കൊണ്ടെടുത്തത് താഴെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞ് അതെടുത്ത് കളയുകയും ചെയ്തിരുന്നു. എന്നിട്ട് 2 വീടിക്കുള്ള കിട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു. സാറേ അത് അതിനുള്ള ചെറിയതല്ലേ. എന്നിട്ട് ഇന്നലെ അന്ന് തൊട്ട് ഈ പ്രദീപ് എന്ന് പറഞ്ഞ താമര വിളിക്കുന്ന 2ാം മൈലിലെ കൊക്കാട്ടുപേട്ടിലാണ്. എല്ലാം പൂര ചീത്തയായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് തുണി പൊക്കി കാണിക്കുക, ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ കുമളി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് രസയുടെ നമ്പർ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപത്ത് വന്നാൽ, പക്ഷേ വിളിച്ചിട്ട് കിട്ടിയില്ല. നിരന്തരമായി വരികയും വാക്കത്തി എടുക്കുകയൊക്കെ ചെയ്തപ്പം ഞാൻ കഷ്ടകാലത്തിൽ ഇന്നലെ ഇവിടെ വന്നു. കഷ്ടകാലമല്ല, ഞാൻ വന്നു. അപ്പോഴത്തേനും ഞാൻ കണ്ടു. എന്നിട്ട് ട്രിവാൻഡ്രത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ അവിടുന്ന് സിൻസിയറായിട്ട് മുഖ്യമന്ത്രിയുടെ ഇതിൽ തന്നെയുള്ള വിങ്ങാണ്. അവരെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് അന്നേരം SI ഡ്രൈവറും കൂടെ വന്ന് 2 പേര്. ആ ഗ്രേഡ് SI ആണ്. ആ SI നോക്കുമ്പോൾ ഈ പ്രദീപിൻ്റെ തോളെ കയറ്റുകൊണ്ടിരിക്കുന്നു. പ്രദീപിൻ്റെ വീട്ടിൽ തൊട്ട് താഴെയാണ്. തോളെ കയറ്റ് ഭയങ്കര ചോദിച്ചു. അവർ നിൽക്കുമ്പോൾ തന്നെ പ്രദീപ് ഭയങ്കര തെറിവിളിയും വാക്കത്തി എടുപ്പും. ഞങ്ങളുടെ 5-6 വീടിന് താഴെയാണ്. അപ്പോഴത്തേനും അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് 10 പ്രാവശ്യത്തോളം വിളിച്ചു. തിരുവനന്തപുരം എന്ന് പറഞ്ഞ് അതെല്ലാം റെക്കോർഡ് കോളാണല്ലോ. എന്നിട്ട് ഞങ്ങളവിടെ പിന്നെയും പരാതിപ്പെട്ടു, ഇങ്ങനെ തോളെ കയറ്റി താഴേക്ക്. അപ്പം ഇവിടുന്ന് തെറ്റായ റിപ്പോർട്ട് ഈ വന്ന ഗ്രേഡ് SIക്ക് അങ്ങനെ ചെയ്യാനൊക്കെയുള്ളൂ. ഒറിജിനൽ SI ഒക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്യായ വിദ്യാഭ്യാസമുള്ളവരാണ്. അവരൊന്നും അങ്ങനെ ചെയ്യില്ല, അന്വേഷിക്കാൻ പറ്റില്ല. അതും ഈ കൺട്രോൾ വെഹിക്കിളിലെ ആളുകളാണ് ഇങ്ങനെയുള്ളപ്പോൾ വരുന്നത്. SIക്ക് തിരക്കുണ്ട്, ഒറിജിനൽ SIക്ക് സർക്കിളിലൊക്കെ തിരക്കുണ്ട്. ഇവർ കാണിച്ചാണ് തോളെ കൈയിട്ട്. എന്നിട്ട് ഇവർ റിപ്പോർട്ട് കൊടുത്തു, പൂസായി കിടക്കുന്നവരെ അറസ്റ്റ് ചെയ്യാം. ഇവൻ പൂസൊന്നുമില്ല. എന്നിട്ട് ഇന്നലെ രാത്രി എനിക്കിട്ട മെസ്സേജുകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. എൻ്റെ തലതല്ലി 8ആയിട്ട് കയറി അമ്മയെ വെട്ടിക്കൊല്ലും. എൻ്റെ അമ്മയാണ് ഈ തുണി പോയി കാണിച്ചത്, ഞാൻ കണ്ടൊന്നുമില്ല, നാട്ടുകാർക്കറിയാം. എന്നിട്ട് ഇവരുടെ മോൻ, ഈ കഞ്ചാവസിന് പിടിക്കപ്പെട്ട ഈ മോന് നിലവിൽ രാത്രി ഇട്ടേക്കുന്ന മെസ്സേജ്, വെളിയിലിറങ്ങിയ എൻ്റെ മോൻ്റെ അമ്മയെ കുത്തിക്കൊല്ലും, തല തല്ലി കയറും, പൂയൊക്കെ കൂട്ടി. അതിനകത്ത് ഇൻഷോട്ടിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആകുവാണെങ്കിൽ ഞാൻ ഇടാം. ഇവിടുത്തെ പോലീസ് വിളിച്ചു കൊടുക്കുന്ന തെറ്റായ നിർദ്ദേശങ്ങൾ 10 പ്രാവശ്യം തിരുവനന്തപുരത്ത് വിളിച്ചു. എന്നിട്ട് ഈ പ്രതിവിൻ്റെ തോളെ കയറ്റി നിന്നേച്ച് അവരുടെ ആൾക്കാരല്ല, അവരുടെ ഭാര്യ, പെങ്ങൾ, അവിടുത്തെ ഓപ്പോസിറ്റ് അയലൊക്കെയായിട്ട് ഭയങ്കര വഴക്കാണ്. അവരതിനകത്ത് ഇടപെടുകയില്ല. അവരുടെ 1-2 പേര് 3 പേര് കൂടിയപ്പോഴത്തേനും ഇവർ തെറ്റായ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ഇവർക്ക് എഴുപ്പ്. അത് ഗ്രേഡ് SIയും ഒരു ഡ്രൈവറും കൂടെയാണ് വന്നത്. ഇതാണ് മയക്കുമരുന്നിനെതിരെ പ്രതികരിച്ചാലും എന്ത് പ്രതികരിച്ചാലും തള്ളെ തല്ലിയാലുമുള്ള ഈ ഗ്രേഡ് SIമാരുടെ, അത് അവർ പണ്ട് യോഗ്യതയില്ലാതെ വന്നതായിരിക്കും. അത് ഇന്നൊന്നും നടക്കരുത്. യോഗ്യതയുള്ള നമ്മുടെ അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് കുറേ പെരയ്ക്കകത്ത് കയറി കഥ അടച്ചിരുന്നു. അവരിനി എന്തിനെങ്കിലും വന്നാൽ നമുക്ക് നിങ്ങളൊന്ന് വിളിച്ചാൽ മതിയെന്ന്. ആ സമയത്ത് ഞാൻ വാക്കത്തേർത്ത് ഇവിടെ 4 പ്രാവശ്യം വന്നു. രാത്രി വരെ ഇതായിരുന്നു. എൻ്റെ മൊബൈലിലെല്ലാം ഉണ്ട്. രാത്രി ഇട്ട മെസ്സേജുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. തലതല്ലി കയറും, തായും പൂയും ഒക്കെ കൂട്ടി എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുന്നു. ഞാനിന്ന് ഇവിടുന്ന് പോവുകയാണ്. അതാണ് ഇത്. അത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചപ്പം സർക്കാരിന് എന്ത് കുറ്റം പറയാനും, സർക്കാർ അതിനകത്ത് ഇടപെട്ടു. അതിനകത്ത് അവിടെ 10 പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചു, പല നമ്പറിൽ നിന്നും വിളിച്ചു.
എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ വിളിച്ച് വീണ്ടും വീണ്ടും ഇവിടെ അന്വേഷിക്കുക. ഇവർ തെറ്റായ ഗ്രേഡേഴ്സ് ചെയ്ത പേരത്തില്ല ഉമ്മ വെക്കുന്ന പോലെയാണ് ഈ ഗ്രേഡേഴ്സ് മറ്റേ ഡ്രൈവറും കൂടെ വന്നത്. ഇവർ കൊടുത്ത റിപ്പോർട്ടല്ലേ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ വന്നാൽ ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് പെരയ്ക്കകത്ത് നിന്ന് ഇറങ്ങരുതെന്ന്. ഞങ്ങൾക്ക് പെരയ്ക്കകത്ത് ഇറങ്ങാതിരിക്കും, ഒരു കുഞ്ഞു വീടാണ്, അങ്ങനെ പറ്റുമോ? ഇതൊക്കെയാണ്. ഇതിനകത്ത് 2 സ്ത്രീകളും എൻ്റെ മോനും ഞാനും ഉണ്ട്, എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഉണ്ട്. ഇതിനകത്ത് ഈ ചെയ്യുന്നതൊക്കെ എന്താണ്? എന്നിട്ട് ഈ സർക്കാരിനെ ഇവരൊക്കെയാണ് എല്ലാത്തിനും തകിടം മറിക്കുന്നത്. ഒരു മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഞാനിപ്പോൾ എത്ര എപ്പിസോഡ് ഇട്ടു, ഈ എത്ര പേരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരാപത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെ വിശ്വസിച്ചാണ് അത്? തിരുവനന്തപുരത്ത് നിന്ന് സത്യസന്ധമായിട്ട് ഇടപെട്ടു. പക്ഷേ ഇവിടുത്തെ ലോക്കൽ പോലീസിലെ ഒരു യോഗ്യതയില്ലാത്ത ഗ്രേഡ് SI ഡ്രൈവറുകൾ തോളൊക്കെയായിട്ട് ഇരിക്കുക. എന്നിട്ട് ആ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്ന തെറിക്ക് കണക്കില്ല. അവരുടെ മുമ്പിൽ വെച്ച് തുണി പൊക്കി കാണിച്ചേക്കുന്നത് എൻ്റെ അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് മുമ്പിട്ട് വാക്കത്തിയും കൊണ്ട് രാത്രി വന്നു, 4 പ്രാവശ്യം വന്നു, പട്ടിയും കൊണ്ട് വന്നു. ഇടപെടാൻ ആരുമില്ല. വിഷയമൊന്നുമില്ല, നമ്മൾ നമ്മുടെ വഴി നോക്കിക്കൊള്ളാം കേട്ടോ. ഇതിനൊക്കെ മുകളിലൊക്കെ ആളൊക്കെ ഉണ്ട്. നന്ദി, നമസ്കാരം. ആദ്യ പ്രതികരണങ്ങൾ വന്ന് തുടങ്ങി. ഇനി ആളുകളുടെ തന്നെ പേര് പറയും. ഇതുവരെ ഞാൻ ആ ഒരു കാര്യത്തിൽ ആളുകളുടെ പേര് പറഞ്ഞില്ല. ഇപ്പോൾ വെട്ടിക്കൊല്ലൂന്നും പറഞ്ഞിരിക്കുകയാണ്. എന്നെ ആണെങ്കിലും കുഴപ്പമില്ല, വിഷയങ്ങളൊന്നുമില്ല. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡ്.